വളരെയധികം ചൂട് പിടിച്ച ഒരു സമയമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തുലിതത്വവും സന്തോഷപരവുമായ കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹീതമായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. എന്നാൽ അടുത്ത കാലത്തായി അതിനെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു. കാലാവസ്ഥകളിൽ വലിയ മാറ്റം സംഭവിക്കുകയും ചൂടിന്റെ ഉഷ്ണത്തിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമാണ്. പഴയ കാലങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ നാട് എല്ലാ നിലക്കും മാറിയപ്പോൾ കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യതിയാനത്തിന്, ഈ ഒരു മാറ്റത്തിന് കാരണങ്ങൾ പലതായി നമുക്ക് പറയാനുണ്ട്. ഒരുപാട് മാറ്റങ്ങളെ പ്രകൃതിപരമായി മനുഷ്യൻ മാറ്റിയെടുത്തപ്പോൾ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ച സംവിധാനങ്ങളിൽ നിന്ന് മനുഷ്യൻ കൈകടത്തലുകൾ നടത്തി തിരുത്തലുകൾ നടത്തിയപ്പോൾ അല്ലാഹു തആല ഇവിടെയുള്ള കാലാവസ്ഥകളിൽ ചേഞ്ച് നൽകുകയാണ്. നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഫാക്ടറികളിൽ നിന്നും ഉയർന്നു വരുന്ന പുകകൾ, വാഹനത്തിൽ നിന്നും പുറന്തള്ളുന്ന പുകയും എഞ്ചിനുകളിൽ നിന്ന് പുറന്തള്ളുന്ന ചൂടും, അകത്ത് തണുപ്പാകാൻ വേണ്ടി നമ്മൾ സംവിധാനിക്കുന്ന എയർ കണ്ടീഷൻ AC-യുടെ പുറത്തു നിൽക്കുന്ന മെഷീനുകളിൽ നിന്നുള്ള പുറന്തള്ളുന്ന ചൂടും, ഇങ്ങനെ മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങളെ മനുഷ്യൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രം വായിച്ച ആളുകൾക്കറിയാം, കേരളത്തിലെ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് എന്ന്. കായലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു എന്ന് ഇന്നത്തെ പത്രം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നു. പഴയ കാലത്ത് മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, തണൽ മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങളെല്ലാം വെട്ടിമാറ്റി ഓലയുടെയും ഓടുകൊണ്ടും മേഞ്ഞുണ്ടാക്കിയ വീടുകളായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി വെയിലുകൊണ്ട് പതച്ചു നിൽക്കുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി മാറി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിപരമായി അതിനുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രകൃതിപരമായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് പുറമെ ലോക അടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ അന്തരീക്ഷം മലിനമാകാനുള്ള മറ്റൊരു കാരണമാണ് യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ. നേരിട്ടുള്ള പോർക്കളങ്ങളിലുള്ള പോരാട്ടങ്ങളല്ല, അന്തരീക്ഷത്തിലൂടെ കുതിച്ചുപായുന്ന ഡ്രോണുകളും മിസൈലുകളും പുകയും മലിനവസ്തുക്കളും ചീറ്റിക്കൊണ്ട് ചീറിപ്പായുന്ന മാരകായുധങ്ങളുമാണ് അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് എണ്ണവും കണക്കും വേറെ ഇല്ല. ഇന്നലെ റഷ്യ യുക്രൈനിലേക്ക് കൊടുത്ത ആക്രമണത്തിൽ 700ഓളം വരുന്ന ഡ്രോണുകളും 19 മിസൈലുകളുമാണ്. 700ഓളം വരുന്ന ഡ്രോണുകളും 19 മിസൈലുകളുമാണ് റഷ്യ ഇന്നലെ യുക്രൈനിലേക്ക് അയച്ചത്. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു അവിടെ. ഈസ്റ്ററിനോടനുബന്ധിച്ച് വെടിനിർത്തൽ അവസാനിച്ചു. പിറ്റേ ദിവസം 10 ദിവസം ഒതുക്കി പിടിച്ചതെല്ലാം തുറന്നു വിട്ടു റഷ്യ. യുക്രൈനിൽ 19 മിസൈലുകളും 700ഓളം വരുന്ന ഡ്രോണുകളുമാണ് ഇന്നലെ കത്തിച്ചാമ്പലായത്. 17ഓളം വരുന്ന ആളുകൾ അതിൽ മരണപ്പെട്ടു, 12 വയസ്സായ കുഞ്ഞടക്കം. നമ്മൾ ഇറാനും അമേരിക്കയും ഇസ്രായേലും മാത്രമുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളെ വായിക്കുന്നുള്ളൂ.
അതിലപ്പുറം പോരാട്ടങ്ങൾ മറ്റു രാജ്യങ്ങൾ. 1 വർഷമായി റഷ്യയും യുക്രൈനും യുദ്ധം തുടങ്ങിയിട്ട്. 1 വർഷമായി ഇസ്രായേൽ ലബനാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു 10 ദിവസത്തേക്ക് ഇന്നത്തെ പത്രത്തിൽ. ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ, അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി GCCയിലെ 6 കൺട്രികളിലും പൊട്ടലും ചീറ്റലും നടക്കുകയാണ്. ഇതെല്ലാം രാജ്യങ്ങളുടെ അന്തരീക്ഷങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ, ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നിരവധി മലിനീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാലാവസ്ഥയുടെ വ്യതിയാനത്തിന് കാരണമായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചൂടിന്റെ ആധിക്യം നമ്മെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിലെ മരങ്ങളെല്ലാം, തണൽ മരങ്ങളെല്ലാം നമ്മൾ നീക്കം ചെയ്തപ്പോഴാണ് നമ്മുടെ കാലാവസ്ഥകളിൽ പല മാറ്റങ്ങളും വ്യതിയാനങ്ങളും വന്നു തുടങ്ങി. മഴ പെയ്തപ്പോൾ മണ്ണൊലിച്ചിലുണ്ടായി, മരങ്ങളെ മാറ്റിയപ്പോൾ മണ്ണൊലിച്ചിലും മണ്ണിടിച്ചിലും വന്ന് പ്രളയം വന്നു, ആകെ മനുഷ്യനെ പ്രയാസത്തിലാക്കി. അത് വേനൽക്കാലമായപ്പോൾ തണൽ മരങ്ങളില്ലാതെ മനുഷ്യൻ ചൂടുകൊണ്ട് പൊറുതിമുട്ടുകയാണ്. തണൽ മരത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ ഉദാഹരിച്ച് പറഞ്ഞത് നല്ല ഒരു തണൽ മരത്തോടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാം ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒരു മരത്തോടാണ് ഉപമിച്ചത്. അല്ലാഹുവിന്റെ ഈ ദീനിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യത്തെ അല്ലാഹു തആല ഉപമിച്ചത് ഒരു നല്ല തണൽ മരത്തോടാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. നല്ല ഒരു തണൽ മരം പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉള്ളത്. അസ്ലുഹാ സാബിതുൻ, ആ നല്ല വടവൃക്ഷത്തിന്റെ തണൽ മരത്തിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ട് നല്ല ഉറച്ചു നിൽക്കുന്നത് പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കുന്നത്. വഫർഉഹാ ഫിസ്സമാ, മരം മുകളിലേക്ക് പന്തളിച്ചതിന്റെ ചില്ലകളെല്ലാം മറ്റുള്ളവർക്ക് തണൽ നൽകുകയും പക്ഷികൾക്കും പറവകൾക്കും മറ്റു ജീവജാലങ്ങൾക്കും അതിൽ നിന്ന് ഫലങ്ങൾ നൽകുകയും മനുഷ്യർക്കും മറ്റു ജീവികൾക്കും തണൽ നൽകുകയും എല്ലാം ചെയ്യുന്നത് ഒരു മരത്തിന്റെ ദൗത്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മരം തണലേകുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ മുദ്രാവാക്യം ഈ ലോകത്തിന് സമാധാനത്തെ വിതറുന്നുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉദാഹരിച്ച് നോക്കൂ നിങ്ങൾ, നല്ല ഒരു മരത്തോടാണ്. അപ്പൊ അതുകൊണ്ട് മരം കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ ഉപമിക്കുന്നത് വേറെ എന്തെല്ലാം വസ്തുക്കൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലുണ്ട്. പക്ഷേ നല്ല ഒരു മരത്തിനോടാണ് അള്ളാഹു ഉപമിച്ചത്. അതുകൊണ്ട് ആ മരം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഉപകാരങ്ങളും ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും കാലത്തിനും പരിസ്ഥിതിക്കും എല്ലാം ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ വീടുകളിൽ മരങ്ങൾക്ക് നമ്മൾ കാവലാളായി മാറണം. നമ്മുടെ വീടുകളിൽ ആവശ്യമില്ലാത്ത മരങ്ങൾ, അത്യാവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടിമാറ്റാൻ പാടില്ല. നിങ്ങൾ ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി വിശുദ്ധമായി ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സബ്ഉ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചേരുന്ന അമലുകൾ 7 എണ്ണമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്,
7 കർമ്മങ്ങൾ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ മരണശേഷവും അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചേരുന്നു. ഏതാണ് ആ 7 കർമ്മങ്ങൾ? ഒന്നാമത്തേത് മൻ അല്ലമ ഇൽമാ. ഒന്നാമത്തെ കർമ്മം ഏതാണ്? ആരെങ്കിലും ഒരാൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്താൽ, അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എന്നേക്കുമായി എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അറിവ് പഠിച്ചു, ഇൽമ പഠിച്ചു, ആ ഇൽമ പഠിച്ച് മറ്റുള്ളവരെ പകർന്നു കൊടുക്കുകയും ചെയ്തു. ആ കേട്ട് പഠിച്ച മനുഷ്യൻ, വ്യക്തി, ആ കേട്ട് പഠിച്ചതനുസരിച്ച് അദ്ദേഹം ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉദാഹരണം പറയാം, ഒരു മദ്രസയിലെ ഒരു മുഅല്ലിം ചെറിയ മക്കൾ 1-ാം ക്ലാസ്സിൽ വന്നിരുന്നു, അലിഫും ബാവും പഠിപ്പിച്ചു. ആ മക്കൾ അവിടെ നിന്നാണ് അറബി അക്ഷരമാല പഠിച്ച്, അലിഫും ബാവും അക്ഷരമാലകളും പഠിച്ച് ഖുർആനിനെ കൂട്ടിയോതാൻ പഠിച്ച് അവര് വലുതായി നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്ന സമയത്ത് ഓരോ അക്ഷരവും കൂട്ടിയോതാൻ പഠിച്ചത് എവിടെ നിന്നാണ്? 1-ാം ക്ലാസ്സിലെ ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ്. ആ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെ ഈ മോൻ വലുതായി ഓരോ നിസ്കരിക്കുന്ന നിസ്കാരത്തിലും അവൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ഒരു പ്രതിഫലം ആ ഉസ്താദ് ജീവിച്ചിരിക്കട്ടെ, മരണപ്പെട്ടു പോകട്ടെ, അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അല്ലാഹു ഒരു പ്രവാഹമായി എത്തിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൽമ കൊണ്ട് ഉപകാരമുണ്ടാകണം. അപ്പൊ ഒന്നാമതായി 7 കാര്യങ്ങൾ നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്ന അമലുകളുണ്ട്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അല്ലമ ഇൽമാ. ആരാണ് ഇൽമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, അവന് വലിയ പ്രതിഫലമുണ്ട്. ഔ അജ്റാ നഹ്റാ. കെട്ടി നിൽക്കുന്ന വെള്ളത്തെ ഒഴുക്കിവിടുന്നവനാരാണ്? മേൽഭാഗത്തുള്ള വെള്ളത്തെ താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ട ശ്രമം നടത്തുന്നവനാരാണ്? മൂന്നാമത്തത് ഔ ഹഫറ ബിറാ. കിണർ കുഴിച്ചിട്ട് ജനങ്ങൾക്ക് വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ജീവിതകാലത്തൊരു കിണർ കുഴിച്ചു കൊടുത്തു, വെള്ളം കുടിവെള്ളമില്ലാത്ത ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട പദ്ധതി നടത്തി. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ടു പോയാലും ഈ വെള്ളം എത്ര കാലം ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലം അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം കൊടുക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ എന്താണ് ഉമ്മാക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളമില്ലാത്ത ഭാഗത്ത് പോയി ഉമ്മാന്റെ പേരിൽ ഒരു കിണർ ഒഴിച്ചു കൊടുത്തോന്നാണ്. എന്തിനാണത്? അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കാനും കുളിക്കാനും മുളവെടുക്കാനും ഒക്കെ ഉപയോഗിക്കും. അതിന്റെ എല്ലാം പ്രതിഫലം ഉമ്മയുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ. അങ്ങനെ വെള്ളം ഉള്ള നല്ലൊരു കിണർ കുഴിച്ചു കൊടുക്കാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തങ്ങൾ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പോയി കിണർ കുഴിച്ചു കൊടുത്തു ആ ഉമ്മാന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത ഇടങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, വെള്ളം ജനങ്ങൾക്ക് കുടിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. പള്ളികളിൽ, സ്ഥാപനങ്ങളിൽ, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ, വെള്ളത്തിന് ദാഹിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കുടിക്കാനുള്ള നല്ല ബാഷ്പീകരിച്ച വെള്ളം ആളുകൾക്ക് കുടിക്കാനുള്ള സംവിധാനമെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇല്ലാത്ത ഇടങ്ങളെ അന്വേഷിച്ച് നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിന് വലിയ പ്രതിഫലമുണ്ട്. അറബികളുണ്ടില്ലേ, വെള്ളം കൊടുക്കുക, കിണറുത്തി കൊടുക്കുക, പള്ളികളിലേക്ക് വെള്ളത്തിന്റെ മിനറൽ വാട്ടറിന്റെ ബോട്ടിലുകൾ വാങ്ങി സ്വതക്ക കൊടുക്കുക എന്നുള്ള അവരുടെ ഹോബിയാണ്. ഏത് പള്ളി ചെന്നാലും കുടിക്കാനുള്ള വെള്ളത്തിനൊരു ക്ഷാമം ഉണ്ടാവില്ല.
കാരണം അവർക്കതിന്റെ മഹത്വം അറിയാം. അതുകൊണ്ട് അവർ മരണപ്പെട്ടവരെ പേരില് വെള്ളം അവർ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ വെള്ളം നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ അതിനു വേണ്ട ഫ്രീസറും സംവിധാനങ്ങളും അവർ ഒരുക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ വെള്ളത്തിന്റെ വിതരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ വെള്ളം നിങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോ അതിന്റെ പ്രതിഫലം നിങ്ങളെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗത്തിൽ അടുത്തത് തങ്ങൾ പറയുന്നു. നിങ്ങൾ നല്ല ഒരു മരം നട്ടുപിടിപ്പിക്കണേ, നല്ല മരം നട്ടുപിടിപ്പിക്കണം. ജനങ്ങൾക്ക് ഉപകാരമുള്ള മരം വേണം, നല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള മരം വേണം. അതിൽ നിന്ന് തണൽ ലഭിക്കണം, ഫലങ്ങൾ ലഭിക്കണം, കായ്ക്കനികൾ ലഭിക്കണം. അങ്ങനെയുള്ള നല്ല ഒരു മരം നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾക്ക് നാളെ ഖബറിൽ ചെന്ന് കിടക്കുന്ന സമയത്ത് ആ മരം പടർന്ന് പന്തളിച്ച് വലുതായി അതനുഭവിക്കുന്ന തണലനുഭവിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതനുസരിച്ച് നിങ്ങളെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരം വൃക്ഷം നട്ടുകഴിഞ്ഞാൽ മഹാനായ മുആദ് റളിയല്ലാഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് ഒരാൾ. അബൂദർദാ റളിയല്ലാഹു അൻഹു പ്രായമായ വലിയ ആലിമായ വലിയ സ്വഹാബിയാണ്. ആ അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ വൃക്ഷത്തൈകൾ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വന്ന മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ അബൂദർദാ തങ്ങളെ, സ്വഹാബിയാണ്, വലിയ ആലിമാണ്, വലിയ മഹാനാണ്. ആ അബൂദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തേ അബൂദർദാ തങ്ങളെ, നിങ്ങൾ ഈ വൃക്ഷത്തൈകൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് എന്തിനാണ്? ഇത്രയും വലിയ പ്രായമായ മനുഷ്യൻ ഇനി ഈ വൃക്ഷം നടുകയാണോ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? അല്ലെ, ഇതിനി നട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോ വലിയ കാര്യമൊന്നും കിട്ടൂല. കാരണം ഈ മരം വലുതായി ഉണ്ടായ ഒരു കാര്യത്തിലെത്തുമ്പോഴേക്ക് ഏകദേശമൊക്കെ നിങ്ങൾ പ്രായമായി. ഉടനെ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യകൂനു ലീ സവാബുഹാ വലിഗൈരി സമറത്തുഹാ. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ മരത്തിന്റെ തണൽ ഇവിടെ അനുഭവിക്കണമെന്നല്ല, ഈ മരത്തിൽ നിന്നുള്ള ഫലങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ഭക്ഷിക്കണമെന്നല്ല. ഇത് ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചത് വലുതായി വന്നാൽ എന്റെ ഒരു തലമുറ ഇതിന്റെ തണലും ഇതിന്റെ ഫലവും എല്ലാം അനുഭവിക്കും. അപ്പോൾ എനിക്ക് എന്റെ ഖബറിൽ കിടന്നിട്ട് ഇതിന്റെ മിസ്ല് സവാബിന് അനുഭവിക്കാനാകും. നമ്മുടെ വീടുകളിലൊക്കെ തെങ്ങുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. മാവിൽ നിന്ന് മധുരമുള്ള മാങ്ങ നമ്മൾ പറിച്ച് ഇന്ന് ആ മധുരം നുണയുമ്പോൾ ആ മധുരം നമ്മളിവിടെ നുണയുന്നേ ഉള്ളൂ. യഥാർത്ഥമായി ആ മധുരത്തെ അനുഭവിക്കുന്നത് ആരാണ്? നമ്മുടെ വീടുകളിൽ ആ മാവ് കുഴിച്ചിട്ടുണ്ടാക്കി നട്ടുപിടിപ്പിച്ച ആളുകൾ, നമ്മുടെ കാരണവന്മാര് പള്ളിക്കാട്ടിൽ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നമ്മളിവിടത്തെ മധുരം നുണയുന്നേ ഉള്ളൂ. ആ മാങ്ങയുടെ മധുരം യഥാർത്ഥമായി അനുഭവിക്കുന്നത് ആരാണ്? ഇത് നട്ടുപിടിച്ചവർ, പിടിപ്പിച്ചവർ അവർ ഖബറിൽ കിടന്നിട്ട് അനുഭവിക്കുകയാണ്. അതിന്റെ തണൽ ആസ്വദിക്കുന്നത് ആരാണ്? വാഹനം കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിലുള്ള മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പള്ളിയിലേക്ക് വരും. നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല ആരാണ് എന്റെ വാഹനം നിർത്താൻ ഇത്ര തണലുള്ള ഒരു മരം ഇതിന്റെ മുമ്പിൽ സംവിധാനിച്ചു തന്നത്, വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചത് ആരാണെന്ന് പോലും ഇന്ന് വരെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ നമ്മളെ വാഹനം അവിടെ നിർത്തിയതിന്റെ പേരിൽ നമ്മൾ പോലും അറിയാതെ ഖബറിൽ കിടന്നിട്ടതിന്റെ മധുരം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിലെ തേങ്ങയും മറ്റുള്ള ഫലങ്ങളുമെല്ലാം നമ്മളാരും നട്ടുപിടിപ്പിച്ചതല്ല. ഈ ഫലങ്ങൾ അനുഭവിക്കുന്നതൊന്നും നമ്മൾ നട്ടുപിടിപ്പിച്ചതായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് നട്ടുപിടിപ്പിച്ചാൽ നാളെ വരുന്ന ഒരു ജനത അത് നുണയുമ്പോൾ അതിന്റെ മധുരം നമ്മുടെ ഖബറിൽ നമുക്ക് അനുഭവിക്കാനാകും. അതുകൊണ്ടാണ് റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മരങ്ങളെ
നല്ല മരങ്ങളെ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഇത് നിങ്ങൾക്ക് ആഖിറത്തിൽ നാളെ ഖബറിൽ ഉപകാരപ്രദമായ നല്ല അമലാണ്. ഇവിടെ വലിയ അധ്വാനമില്ലാത്ത അമല്. സ്ഥലമുള്ളവർ നല്ല വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിച്ചാൽ അല്ലാഹു തആല നാളെ ഖബറിലേക്ക് വലിയ പ്രതിഫലം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആറാമത്തത് ഏതാണ്? അഞ്ചാമത്തത് ഏതാണ്? ഔ ബനാ മസ്ജിദാ, പള്ളിയുടെ നിർമ്മാണത്തിന് സഹായം കൊടുക്കുന്നവൻ. പള്ളി നിർമ്മാണത്തിന് സഹായിച്ചാൽ ആ പള്ളിയിൽ ആരൊക്കെയോ നിസ്കരിക്കുന്നോ, നല്ല കർമ്മങ്ങൾ നടക്കുന്നോ, ഇൽമ പഠിപ്പിക്കുന്നോ, ആ കാലഘട്ടത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഔ വറസ മുസ്ഹഫാ, ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഖുർആനിനെ കൊടുക്കുക, ഏൽപ്പിക്കുക. ആ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് അതിന്റെ മിത്ല സവാബ് എത്തിച്ചേരുന്നു. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, നിങ്ങൾക്ക് നല്ല സ്വാലിഹീങ്ങളായ നിങ്ങളെ മരണശേഷം നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന നല്ല മക്കൾ വേണം. അങ്ങനത്തെ മക്കളുണ്ടായാൽ നിങ്ങളെ ഖബറിൽ അത് വലിയ ഗുണമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനാ? നാളെ ഖബറിൽ നിങ്ങൾക്ക് മുറിയാത്ത പ്രതിഫലം, നിങ്ങൾ മരിച്ചുപോയാലും മുറിയാത്ത പ്രതിഫലം ഈ കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരങ്ങളെ നട്ടുപിടിപ്പിക്കുക എന്നത്. മരം നട്ടുപിടിപ്പിച്ചത് കൊണ്ട് ഈ ദുനിയാവിലെ നമ്മുടെ പിൻഗാമികളായ ആളുകൾക്കും ഉപകാരമുണ്ട്. അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ നമുക്കും അതിന്റെ വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഇവിടത്തെ ചൂട് കണ്ട് ആഖിറത്തിലേക്കുള്ള ചൂട് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഈ ചൂടാണ് വലിയ ചൂട് എന്നൊരിക്കൽ നമ്മൾ ധരിച്ചു പോകാനും പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെയുള്ള കാലാവസ്ഥ മിതത്വത്തിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യണം. ഈ കർമ്മങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ നാളെ വരാനിരിക്കുന്ന കൊടും ചൂട് അനുഭവിക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സ്വഹാബത്തിനോട് ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സ്വഹാബത്തിനോട്. മുഅ്തദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സ്വഹാബത്ത് മദീനയിൽ നിന്ന് വിദൂര ദിക്കിലേക്ക് എത്തണം. മുഅ്തദ് എത്തണമെങ്കിൽ അന്ന് കൊടും ചൂടായിരുന്നു. നല്ല ചൂടുള്ള സമയമാണ് മരുഭൂമിയിൽ. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് മാറി നിന്നു, യുദ്ധത്തിന് പോകാതെ മാറി നിന്നു. കാരണം പറഞ്ഞത് എന്താന്ന്? വലിയ ചൂടാണ്, നല്ല ചൂടാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ചൂടാണെന്ന് പറഞ്ഞ് ചില ആളുകൾ മാറി നിന്നു. ഉടനെ മറുപടി പറഞ്ഞത് ആരാണ്? വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 81-ാമത്തെ ആയത്ത് ഇറങ്ങി. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ് വകരിഹു അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. വിശുദ്ധ ഖുർആൻ അവരോട് പറയുകയാണ്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ തങ്ങളുടെ വാക്കിനെതിരായി പ്രവർത്തിച്ച ചില ആളുകളില്ലേ, വകരിഹു അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ തയ്യാറാകാതെ അവരുടെ സമ്പത്തിനും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ചെലവഴിക്കുന്നതിൽ അവര് ചൂടിന്റെ കാര്യം പറഞ്ഞ് പിന്തിരിഞ്ഞവരില്ലേ. വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർരി, അവര് പിന്തിരിയാനുള്ള കാരണം എന്താണ്? കാലഘട്ടത്തിലെ നല്ല ചൂടാണ് എന്നാണ് അവര് കാരണം പറഞ്ഞത്. എന്നാൽ അവരോടല്ല പറയാണ്, മോനെ ഉൽനാറു ജഹന്നമ അശദ്ദു ഹർറാ, നിങ്ങൾ ഈ കാണുന്ന ചൂട് നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഈ
ചൂട് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹ് പറയാണ് ഖുൽനാർ ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകമെന്നൊരു വീടൊരുക്കിയിട്ടുണ്ട് അല്ലാഹു തആല. ആ നരകത്തിന്റെ ചൂട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ നരകത്തിന്റെ ചൂടെന്താണെന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നരകം വരാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഇവിടത്തെ ചൂടിന്റെ പേരിൽ നന്മകളെ മുടക്കിയവരോട് വിശുദ്ധ ഖുർആൻ നല്ല താക്കീത് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല പറയുന്നത് നാളെ ആഖിറത്തിലെ ചൂടിനെ നമ്മൾ ഓർക്കണം. ഈ ചൂട് കൊണ്ട് ആഖിറത്തിലേക്ക് ഒരു ചൂടുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചില്ലേ, മുഅ്മിനീങ്ങളെ നാളെ ആഖിറത്തിൽ വരുമ്പോ ഓരോ ആളുകളുടെ മുകളിലും സൂര്യൻ തൊട്ടുമീതെ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞില്ലേ, അവരുടെ മേലെ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ഫയകൂനു നാസു അലാ ഖദരി അമാലിഹിം ഫിൽ അറഖി, അവരുടെ കർമ്മങ്ങളനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്നു. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി, ചില ആളുകളുടെ കാലിന്റെ നെരിയാണി വരെയാണ് വിയർപ്പ് മുങ്ങി നിൽക്കുന്നത്. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈൻ, ചില ആളുകളെ മുട്ടുകാല് വരെയാണ് വിയർപ്പ് മുങ്ങി നിൽക്കുന്നത്. വമിൻഹും മൻ യകൂനു ഇലാ ഹുഖബൈൻ, ചില ആളുകളുടെ അരക്കെട്ട് വരെയാണ് വിയർപ്പത്തി നിൽക്കുന്നത്. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമാ, ചില ആളുകൾ ശ്വാസം കിട്ടാതെ മൂക്കിന്റെ അറ്റം വരെ മുട്ടി നിൽക്കുകയാണ്. വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്നവന്റെ അമലുകളനുസരിച്ച് നന്മ ചെയ്തവനാണെങ്കിൽ അവിടെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കാതെ രക്ഷപ്പെടാനാകും. കൂട്ടുകാരെ, ഇവിടെ വെയിൽ കൊണ്ടപ്പോ വെയിൽ കൊള്ളാതെ തന്നെ നമ്മളൊരു വാർപ്പിന്റെ റൂമിൽ ഇരുന്നപ്പോ വിയർത്തൊലിച്ച സമയത്ത് നമ്മുടെ ഡ്രസ്സൊന്ന് നനഞ്ഞ സമയത്ത് നമ്മൾ വിഷമിച്ചു പോയില്ലേ? എന്നാൽ ആഖിറത്തിൽ ഒരു നൂല് പോലും നമ്മുടെ ശരീരത്തിലില്ല. ആ ആഖിറത്തിൽ നമ്മുടെ നേരമീതെ സൂര്യനിങ്ങനെ വന്ന് താഴ്ന്നു നിൽക്കുമ്പോൾ, നമ്മുടെ മുട്ടുകാല് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ, നമ്മുടെ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ, നമ്മൾ ശ്വാസം കിട്ടാത്ത രൂപത്തിൽ മൂക്കിന്റെ അറ്റം വരെ വിയർപ്പിൽ മുങ്ങി കുളിക്കുമ്പോ അമലുകൾ ചെയ്തവന് രക്ഷയുണ്ട്, നന്മകൾ ചെയ്തവന് രക്ഷയുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തവൻ അവിടെ രക്ഷയുണ്ട്. അല്ലാഹു തആല ഇരുലോകത്തുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും രക്ഷ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.